Write 4 arithmetic sequences with sum of first 4 terms 100. അതായത് ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് 100 ആയിട്ടുള്ള 4 സീക്വൻസുകൾ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ടേം പ്ലസ് സെക്കൻഡ് ടേം പ്ലസ് തേർഡ് ടേം പ്ലസ് ഫോർത്ത് ടേം അല്ലേ? ഇവയുടെ സമ്മ് എന്താണ്? 100 ആവണം. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് x1 പ്ലസ് x4 ആദ്യം സമ്മ് ചെയ്യാം. x1 പ്ലസ് x4, പിന്നെ അതിന് ശേഷം x2 പ്ലസ് x3 സമ്മ് ചെയ്യാം. ഓക്കെ, ഈക്വൽ ടു എന്താണ്? 100 ആണ്. ഒന്ന് റീഅറേഞ്ച് ചെയ്ത് എഴുതിയെന്നുള്ളൂ. ഓക്കെ, അപ്പം നമുക്കറിയാം x2 പ്ലസ് x3 എന്ന് പറഞ്ഞാൽ എന്താണ്? x1 പ്ലസ് x4 തന്നെയാണ്. കാരണം എന്താണ്? ഇവിടെ x2ൻ്റെ പൊസിഷൻ 2 ആണ്, x3യുടെ പൊസിഷൻ 3 ആണ്. അപ്പോൾ പൊസിഷൻ്റെ സമ്മ് 2 പ്ലസ് 3 അതത്ര 5 ആണ്. ഓക്കെ, അതേപോലെ x1ൻ്റെ പൊസിഷൻ 1ഉം x4ൻ്റെ പൊസിഷൻ 4ഉം ആണ്. അപ്പോൾ ഇവയുടെ പൊസിഷൻ്റെ സമ്മ് എന്ന് പറഞ്ഞാൽ 1 പ്ലസ് 4, അതും എന്താണ്? 5 തന്നെയാണ് അല്ലേ? അപ്പോൾ ഈ രണ്ട് സമ്മിൻ്റെയും പൊസിഷൻസിൻ്റെ സമ്മ് എന്താണ്? 5 ആണ്. അതുകൊണ്ട് ഈ ടേംസിൻ്റെ സമ്മും എന്താ? ഈക്വൽ ആയിരിക്കും അല്ലേ? അതുകൊണ്ടാണ് x2 പ്ലസ് x3 എന്തായത്? x1 പ്ലസ് x4 ആയത്. അപ്പോൾ x2 പ്ലസ് x3ക്ക് പകരം നമുക്ക് x1 പ്ലസ് x4 എന്ന് കൊടുക്കാം. ഓക്കെ, സോ x1 പ്ലസ് x4 പ്ലസ് x2 പ്ലസ് x3ക്ക് പകരം x1 പ്ലസ് x4 കൊടുക്കുക ഈസ് ഈക്വൽ ടു 100. അപ്പോൾ x1 പ്ലസ് x4 രണ്ടു പ്രാവശ്യം വന്നു അല്ലേ? അപ്പോൾ 2 ഇൻറ്റു x1 പ്ലസ് x4 എന്താണ്? 100 ആണ്. അപ്പോൾ ഇതിൽ നിന്ന് x1 പ്ലസ് x4 കണ്ടുപിടിക്കുക. അതിന് വേണ്ടിയിട്ട് ഈ 2നെ ഇത് ഇൻറ്റു ചെയ്തേക്കുമല്ലേ? അപ്പോൾ ഇൻറ്റു 2നെ ഈക്വലിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 2 ആകും. സോ x1 പ്ലസ് x4 ഈസ് ഈക്വൽ ടു 100/2. അതെത്രയാണ്? x1 പ്ലസ് x4 ഇസ് 100/2 എത്രയാണ്? 50. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെയും ലാസ്റ്റ് ടേമിൻ്റെയും സമ്മ് 50 ആയിരിക്കണം. അങ്ങനെ ഒരു സീക്വൻസാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. രണ്ട് ടേംസിൻ്റെ ഫസ്റ്റ് ടേമിൻ്റെയും ഫോർത്ത് ടേമിൻ്റെയും സമ്മ് 50 ആയിട്ടുള്ള രണ്ട് ടേംസ് എടുക്കുക. അപ്പോൾ x1 ഞാൻ 10 ആയിട്ട് എടുക്കുകയാണ്. അപ്പോൾ x4 എന്തായിരിക്കും? 40 ആയിരിക്കും അല്ലേ? കാരണം രണ്ടും കൂടി ആഡ് ചെയ്താലേ x1 x4 കൂടി ആഡ് ചെയ്താൽ 50 വേണം. അപ്പോൾ 10ൻ്റെ കൂടെ 40 ആഡ് ചെയ്താലല്ലേ 50 കിട്ടുള്ളൂ. അപ്പോൾ x4 നമുക്ക് 40 ആയിട്ട് എടുക്കാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് എന്തായിരിക്കും? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ് അല്ലേ? അപ്പോൾ x1ഉം x4ഉം ആണ് നമ്മൾ കണ്ടത്. അപ്പോൾ അവയുടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x4 മൈനസ് x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1. x4 എത്ര? 40 അല്ലേ? സോ 40 മൈനസ് x1 10 ആണ് ബൈ 4 മൈനസ് 1. 40 മൈനസ് 10 30 ആണ്. സോ 30 ബൈ 4 മൈനസ് 1 3, 30/3 അത് 10. അപ്പോൾ കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പോൾ സീക്വൻസ് എന്താണ്? സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം നമ്മൾ 10 അല്ല എടുത്തിട്ടുള്ളത്. x1 10 ആണ്. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം, ഫോർത്ത് ടേം എന്താ? 40. x4 40 ആണ്. ഓക്കെ, അപ്പോൾ 10 കഴിഞ്ഞിട്ട് ഒരു ടേം കിട്ടുകയാണെങ്കിൽ 10ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 10 അല്ലേ? അപ്പോൾ 10ൻ്റെ കൂടെ 10 ആഡ് ചെയ്യുക. അത് എത്രയാണ്? 20. ഇനി അടുത്ത ടേം കിട്ടുകയാണെങ്കിൽ 20യുടെ കൂടെ 10 ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 10 ആണല്ലോ. അപ്പോൾ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക 20യുടെ കൂടെ. 20 പ്ലസ് 10 30. അപ്പോൾ ഒരു സീക്വൻസ് എന്താ? 10 20 30 40. ഓക്കെ, ഇനി അടുത്ത സീക്വൻസ് എഴുതാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഫസ്റ്റ് ടേം x1 എത്രയാണ് എടുക്കുന്നത്? 13 ആണ് എടുക്കുന്നത്. അപ്പോൾ ലാസ്റ്റ് ടേം x4 ഫോർത്ത് ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം x1ഉം x4ഉം കൂടി ആഡ് ചെയ്താൽ 50 വേണം അല്ലേ? അപ്പോൾ x4 എന്ന് പറഞ്ഞാൽ എന്താണ്? 50 മൈനസ് 13 ആയിരിക്കും. 50 മൈനസ് 13 എത്രയാണ്? 37 ആണ് അല്ലേ? അപ്പോൾ x4 37 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് കണ്ടുപിടിക്കുക. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണല്ലോ. x1ഉം x4ഉം ആണ് നമുക്കറിയുന്നത്. അപ്പോൾ അവയുടെ ടേം ഡിഫറൻസ് എന്താ? x4 മൈനസ് x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1 ദാറ്റ് ഈസ് x4 എത്ര? 37 അല്ലേ? സോ 37 മൈനസ് x1 13.
by 4 minus 1. That is 37 minus 13 എത്രയാണ്? 24 ആണല്ലേ. സോ 24 by 4 minus 1 3. 24 by 3 എത്ര? 8 ആണല്ലേ. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്ത് കിട്ടി? 8 കിട്ടി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സീക്വൻസ് എഴുതാലോ. അപ്പോൾ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം നമ്മൾ 13 ആണ് എടുത്തിട്ടുള്ളത്, x1 അല്ലേ. അപ്പോൾ ഫസ്റ്റ് ടേം 13, സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം കാണണം, ഫോർത്ത് ടേമും നമുക്ക് കിട്ടിയിട്ടുള്ള 37 ആണല്ലേ, 37. അപ്പോൾ സെക്കൻഡ് ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യണം. കോമൺ ഡിഫറൻസ് 8 അല്ലേ, അപ്പോൾ 13 + 8 അത് എത്രയാണ്? 21 ആണ്. ഓക്കെ, ഇനി 21 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 8 ആഡ് ചെയ്യുക. 21 + 8 എന്താ? 29. ഓക്കെ, അപ്പോൾ ഈ ടേംസിൻ്റെയും സമ്മ് എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, ഇനി തേർഡ് സീക്വൻസ് എഴുതാം. അപ്പോൾ ഞാനിവിടെ ഫസ്റ്റ് ടേം 16 ആണ് എടുക്കുന്നത്. അപ്പോൾ ഫോർത്ത് ടേം എന്തായിരിക്കും? ഫോർത്ത് ടേം 50 മൈനസ് 16 ആയിരിക്കും അല്ലേ. കാരണം എന്താണ്? x1 x4 കൂടി ആഡ് ചെയ്താൽ 50 കിട്ടണം അല്ലേ. x1 + x4 50 ആണ് വേണ്ടത്, എന്നാലേ എല്ലാ ടേംസിൻ്റെയും സമ്മ് 100 ആവുള്ളൂ. 50 മൈനസ് 16 എത്രയാണ്? 34 ആണല്ലേ, 34. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ x1 x4 നമുക്കറിയാമല്ലോ, അപ്പോൾ അത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. x1ൻ്റെയും x4ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്താ? x4 മൈനസ് x1 ബൈ പൊസിഷൻ ഡിഫറൻസോ? x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 - 1. x4 എത്രയാണ്? 34 ആണ്. മൈനസ് x1 എത്രയാണ്? 16 ബൈ 4 - 1. 34 - 16 എത്രയാണ്? 18 ആണല്ലേ. സോ 18 ബൈ 4 - 1 3 ആണ്. അപ്പോൾ 18 ബൈ 3 എത്ര? 6. അപ്പോൾ കോമൺ ഡിഫറൻസ് 6 കിട്ടി. അപ്പോൾ സീക്വൻസ് എന്തായിരിക്കും? സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം x1 ആണ്, അത് നമ്മൾ കണ്ടു 16 ആണല്ലേ ഇവിടെ. സെക്കൻഡ് ടേം കാണണം, തേർഡ് ടേം കാണണം, ഫോർത്ത് ടേം എന്താ? x4, അത് 34 ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം ആണെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 6 ആഡ് ചെയ്യുക. 16 + 6 എത്ര? 22 ആണ്. അടുത്ത ടേം കിട്ടണമെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 6 ആഡ് ചെയ്യുക. 22 + 6 എത്രയാണ്? 28. ഓക്കെ, ഇനി നമുക്ക് അടുത്ത സീക്വൻസ് 4 സീക്വൻസുകൾ എഴുതാൻ പറഞ്ഞിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഞാൻ ഫസ്റ്റ് ടേം x1 ഞാനിവിടെ 19 ആണ് എടുക്കുന്നത്. അപ്പോൾ x4 എന്തായിരിക്കും? 50 മൈനസ് 19 ആണ്. കാരണം എന്താണ്? x1 x4 കൂടി ആഡ് ചെയ്താൽ നമുക്ക് 50 കിട്ടണം അല്ലേ. അപ്പോൾ x4 എന്തായിരിക്കും? x1 19 ആയതുകൊണ്ട് x4 50 മൈനസ് 19 ആണ്. അത് എത്രയാണ്? 31 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. x1 x4 നമുക്കറിയാം, അതുകൊണ്ട് ടേം ഡിഫറൻസ് എന്തായിരിക്കും? x4 മൈനസ് x1. പൊസിഷൻ ഡിഫറൻസോ? x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 - 1. x4 എത്ര? 31 അല്ലേ. സോ 31 മൈനസ് x1 19 ബൈ 4 - 1 എന്താ? 3. ഓക്കെ, 31 മൈനസ് 19 എത്ര? 12 ആണല്ലേ. സോ 12 ബൈ 3 അത് എത്രയാണ്? 4. അപ്പോൾ കോമൺ ഡിഫറൻസ് 4 ആണ് കിട്ടിയത്. അപ്പോൾ സീക്വൻസ് എഴുതി കൂടെ? സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താ? x1 അത് 19 ആണ്. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം, തേർഡ് ടേം കണ്ടുപിടിക്കണം, ഫോർത്ത് ടേം x4 എത്ര? 31 ആണ് കിട്ടിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 19 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 19ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 4 ആഡ് ചെയ്യുക. 19 + 4 എത്ര? 23 ആണ്. 23 കഴിഞ്ഞിട്ടുള്ള ടേം കിട്ടണമെങ്കിൽ 23യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 4 ആഡ് ചെയ്യുക. 23 + 4 എത്ര? 27 ആണ്. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെയും എന്തായിരിക്കും? ടേംസിൻ്റെ സം, ഫസ്റ്റ് 4 ടേംസിൻ്റെ സം എന്ന് പറയുന്നത് എന്തായിരിക്കും? 100 ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സീക്വൻസ് എന്താണ്? 10 20 30 40 ആണ്. സെക്കൻഡ് സീക്വൻസ് 13 21 29 37. തേർഡ് സീക്വൻസ് 16 22 28 34 ആണ്. അടുത്ത സീക്വൻസ് 19 23 27 31. ഓക്കെ,
The first term of an arithmetic sequence is 5 and the sum of first 6 terms is 105. Calculate the first 6 terms of the sequence. അതായത് ഈ സീക്വൻസിൽ ഒരു അരിത്തമെറ്റിക് സീക്വൻസിലെ ഫസ്റ്റ് ടേം 5 ആണ്, സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 105 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 6 ടേംസ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ തന്നിട്ടുണ്ട് സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 105 ആണ് അല്ലേ. അതായത് x1 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 എന്ന് പറയുന്ന 105 ആണ്. പക്ഷേ ഇതിൽ ഫസ്റ്റ് ടേം 5 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ x1 ആണല്ലോ ഫസ്റ്റ് ടേം, അപ്പോൾ x1ന് പകരം 5 എന്ന് കൊടുക്കാം. അപ്പോൾ 5 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 ഈസ് ഈക്വൽ ടു 105. അപ്പോൾ ഇതിൽ നിന്നും നമുക്ക് x2 മുതൽ x6 വരെയുള്ള സബ് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ആഡ് ചെയ്തേക്കില്ലേ. അപ്പോൾ പ്ലസ് 5നെ ഈക്വൽ ടുവിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -5 ആകും. സോ x2 പ്ലസ് x3 പ്ലസ് x4 പ്ലസ് x5 പ്ലസ് x6 എന്ന് പറയുന്നത് എന്താ 105 -5 ആണ്. -5 എത്ര 100 ആണല്ലേ. അപ്പോൾ x2 മുതൽ x6 വരെയുള്ള ടേംസിൻ്റെ സമ്മ് 100 ആണ്. പക്ഷേ ഇത് എത്ര ടേംസ് ഉണ്ട് x2 മുതൽ x6 വരെ? 1 2 3 4 5 ടേംസ് ഉണ്ട് അല്ലേ. 5 ഒരു ഓഡ് നമ്പറാണ്. കൂടാതെ ഇതൊക്കെ അടുത്തടുത്തുള്ള ടേംസ് ആണ് അല്ലേ, കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള 5 ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പോൾ 5 ഇൻറ്റു, അപ്പോൾ ഈ x2 x3 x4 x5 x6ലെ മിഡിൽ ടേം എന്താ x4 ആണ് അല്ലേ. അപ്പോൾ 5 ഇൻറ്റു x4 ആണ് ഇവയുടെ സമ്മ്. അതെത്രയാണ് 100 ആണെന്ന് കിട്ടി. അപ്പോൾ ഇതിൽ നിന്ന് x4 കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /5 ആകും. സോ x4 ഇസ് ഈക്വൽ ടു 100/5. 100/5 എത്ര 20. അപ്പോൾ ഫോർത്ത് ടേം എന്താണ് 20 ആണ്. ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? കോമൺ ഡിഫറൻസ് കാണാം. കോമൺ ഡിഫറൻസ് കാണാൻ ഇക്വേഷൻ എന്താ? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് ആണ്. അപ്പോൾ നമുക്കിവിടെ 2 ടേംസ് അറിയാം. ഫസ്റ്റ് ടേം അറിയാം അല്ലേ, അത് എത്രയാണ് x1, അത് 5 ആണ് തന്നിട്ടുണ്ട്. പിന്നെ x4 കിട്ടി, ഫോർത്ത് ടേം 20 ആണെന്ന് കിട്ടി. അപ്പോൾ ഇത് വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. അപ്പോൾ x4ൻ്റെയും x1ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x4 മൈനസ് x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 - 1, ദാറ്റ് ഈസ് x4 20 അല്ലേ, മൈനസ് x1 5 ബൈ 4 - 1. 20 - 5 15 ആണ്. സോ 15/4 - 1 3. 15/3 എത്ര 5 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 5 കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി ഫസ്റ്റ് 6 ടേംസ് കാണാമല്ലോ. ഓക്കെ, അപ്പോൾ സീക്വൻസ് എഴുതാം. സീക്വൻസിൻ്റെ ഫസ്റ്റ് 6 ടേം, ഫസ്റ്റ് ടേം എന്താ x1, അത് 5 ആണ് അല്ലേ, 5. സെക്കൻഡ് ടേം കാണും, തേർഡ് ടേം കാണും, ഫോർത്ത് ടേം എത്രയാണ് x4 20 ആണ്. പിന്നെ ഫിഫ്ത്ത് ടേം കാണണം, സിക്സ്ത് ടേം കാണണം. ഓക്കെ, ഫസ്റ്റ് ടേം കഴിഞ്ഞിട്ടുള്ള ടേം ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യാം. 5ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് എത്ര 5 അല്ലേ. അപ്പോൾ +5, 5 + 5 എന്താ 10. അപ്പോൾ 10 ആണ് സെക്കൻഡ് ടേം. 10 കഴിഞ്ഞിട്ടുള്ള ടേം ഇട്ടുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്യുക. 10 + 5 എത്ര 15. ഓക്കെ, ഇനി 20 കഴിഞ്ഞിട്ടുള്ള ടേം ഇട്ടുണ്ടെങ്കിൽ 20ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 5 ആഡ് ചെയ്യുക. അത് 25 ആണ്. 25 കഴിഞ്ഞിട്ടുള്ള ടേം ഇട്ടുണ്ടെങ്കിൽ 25ൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക, 5 ആഡ് ചെയ്യുക. 25 + 5 30. അപ്പോൾ ഫസ്റ്റ് 6 ടേംസ് ഏതാ 5 10 15 20 25 30. ഓക്കെ, the sum of the 7th and 8th term of an arithmetic sequence is 50. Calculate the sum of the first 40 terms. അതായത് 7th ടേമിൻ്റെയും 8th ടേമിൻ്റെയും സമ്മ് 50 ആണ് അല്ലേ. അതായത് x7 + x8 എത്രയാണ് 50 ആണ്. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് 14 ടേംസിൻ്റെ സമ്മ് കാണണം. അതായത് x1 മുതൽ x14 വരെയുള്ള ടേംസിൻ്റെ സമ്മ് അല്ലേ. അതായത് x1 + x2 + x3 + x4 + x5 + x6 + x7 + x8 + x9 + x10 + x11 +
x12 പ്ലസ് x13 പ്ലസ് x14 എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഈ x1 പ്ലസ് x14 എന്ന് പറഞ്ഞ ഈ രണ്ട് ടേംസിൻ്റെ സം എത്രയാണ്? x1 പ്ലസ് x14 എന്ന് പറഞ്ഞു. ഇവയുടെ പൊസിഷൻസ് എന്താ? 1ഉം 14ഉം ആണ്. അപ്പോൾ അവയുടെ സം 1 പ്ലസ് 14 എത്രയാണ്? 15 ആണ് അല്ലേ? അതേപോലെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട് x7 പ്ലസ് x8 എത്രയാണ്? 50 ആണെന്ന് തന്നിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഇവയുടെ പൊസിഷൻ 7ഉം 8 ആണ്. 7 പ്ലസ് 8 എത്രയാണ്? 15 ആണ്. അവയുടെ പൊസിഷൻസിൻ്റെ സമ്മ് 15 ആണ് അല്ലേ? അപ്പോൾ പൊസിഷൻസിൻ്റെ സമ്മ് 15 ആയതുകൊണ്ട് ടേംസിൻ്റെ സമ്മും സെയിം ആയിരിക്കും. അപ്പോൾ x7 പ്ലസ് x8 50 ആയതുകൊണ്ട് x1 പ്ലസ് x14 എന്താ? 50 തന്നെ ആയിരിക്കും. അപ്പോൾ ഇവിടെ എന്താ എഴുതാം? x1 പ്ലസ് x14 ഇസിക്കൽ ടു 15 അല്ലേ? അതേപോലെ ഈ x2 പ്ലസ് x13ഉം അവയുടെ സം എന്താ? x2 പ്ലസ് x13 എന്ന് പറഞ്ഞാൽ ഇവയുടെ പൊസിഷൻസ് 2ഉം 13ഉം ആണ്. അപ്പോൾ 2 പ്ലസ് 13ഉം എന്താണ്? 15 ആണ്. ഇവയുടെ പൊസിഷൻസിൻ്റെ സമ്മും 15 ആയതുകൊണ്ട് ഈ ടേംസിൻ്റെ സമ്മും എന്തായിരിക്കും? 50 തന്നെ ആയിരിക്കും അല്ലേ? അപ്പോൾ ഇതും എന്താണ്? x2 പ്ലസ് x13. അതേപോലെ x3 പ്ലസ് x12ഉം 50 ആയിരിക്കും. x4 പ്ലസ് x11ഉം 50 ആണ്. x5 പ്ലസ് x10ഉം 50 ആണ്. x6 പ്ലസ് x9ഉം 50 ആണ്. x7 പ്ലസ് x8ഉം 50 ആണ് അല്ലേ? അങ്ങനെ ടോട്ടൽ എത്ര സമ്മുണ്ട്? 1 2 3 4 5 6 7 സമ്മുണ്ട് അല്ലേ? ടോട്ടൽ എത്ര സമ്മുണ്ട്? 750 ഉണ്ട് അല്ലേ? 7 ടൈംസ് ആണ് 50 ഉള്ളത്. അതായത് 7 × 50 അതെത്രയാണ്? 350 ആണ്. ഓക്കെ, അപ്പോൾ സം ഓഫ് ഫസ്റ്റ് 14 ടൈംസ് എത്രയാണ്? 350. റൈറ്റ് ഫസ്റ്റ് 3 ടേംസ് ഓഫ് ഈച്ച് ഓഫ് ദ അരിത്മെറ്റിക് സീക്വൻസസ് ഗിവൺ ബിലോ. അപ്പോൾ തന്നിട്ടുള്ള സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ആദ്യത്തെ സീക്വൻസ് നോക്കാം. ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട് അല്ലേ? x1 എത്രയാണ്? 30 ആണ്. പിന്നെ സം ഓഫ് ഫസ്റ്റ് 3 ടേംസ് 300 ആണ് തന്നിട്ടുണ്ട്. ഫസ്റ്റ് 3 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ x1 പ്ലസ് x2 പ്ലസ് x3 അല്ലേ? ഇതാണ് ഫസ്റ്റ് 3 ടേംസിൻ്റെ സം. അത് 300 ആണ്. അപ്പോൾ ഈ 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ് അല്ലേ? അപ്പോൾ ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 3 × മിഡിൽ ടേം x2 അല്ലേ? അപ്പോൾ 3 × x2 ആണ് എന്ത്? 300. അപ്പോൾ ഇതിൽ നിന്ന് x2 ആണ്. അതിന് വേണ്ടിയിട്ട് 3 ഇവിടെ ഇൻറ്റു ചെയ്തേക്കും അല്ലേ? അപ്പോൾ ഇൻറ്റു 3 = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ /3 ആവും. സോ x2 = 300/3. എത്രയാണ്? 100. അപ്പോൾ x2 100 ആണ്. അതായത് സെക്കൻഡ് ടേം 100 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസോ? കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്തുള്ള രണ്ട് ടേംസിൻ്റെ ഡിഫറൻസ് ആണ്. അപ്പോൾ x1 x2 അടുത്തടുത്തുള്ള ടേംസ് ആയതുകൊണ്ട് അവയുടെ ഡിഫറൻസ് കോമൺ ഡിഫറൻസ് ആണ് അല്ലേ? അതായത് x2 മൈനസ് x1. x2 100 അല്ലേ? മൈനസ് x1 എന്താ? 30. 100 മൈനസ് 30 എത്ര? 70 ആണ്. ഓക്കെ, അപ്പോൾ കോമൺ ഡിഫറൻസ് 70 ആണ്. അപ്പോൾ സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ടേം x1 അത് 30 ആണ്. സെക്കൻഡ് ടേം x2 അത് 100 ആണ്. തേർഡ് ടേം എന്തായിരിക്കും? സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്യുക. കോമൺ ഡിഫറൻസ് 70 അല്ലേ? അപ്പോൾ 100 + 70 എത്രയാണ്? 170 ആയിരിക്കും. ഓക്കെ, ഇനി സെക്കൻഡ് സീക്വൻസ് നോക്കാം. ഈ സീക്വൻസിൽ ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട് അല്ലേ? അതായത് x1 = 30. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 4 ടേംസ് 300 ആണ്. ഫസ്റ്റ് 4 ടേംസിൻ്റെ സമ്മ് അതായത് ഫസ്റ്റ് ടേം x1 പ്ലസ് സെക്കൻഡ് ടേം x2 പ്ലസ് തേർഡ് ടേം x3 പ്ലസ് ഫോർത്ത് ടേം x4 ഇവയുടെ സമ്മാണ് എന്ത്? 300. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേം 30 ആണല്ലേ? അപ്പോൾ x1 പകരം 30 കൊടുക്കുക. 30 പ്ലസ് x2 പ്ലസ് x3 പ്ലസ് x4 = 300. അപ്പോൾ ഇതിൽ നിന്നും x2 പ്ലസ് x3 പ്ലസ് x4 കാണാം. അതിന് വേണ്ടിയിട്ട് 30 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ? അപ്പോൾ +30യെ = അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ x2 പ്ലസ് x3 പ്ലസ് x4 എന്ന് പറയുന്നത് എന്താ? 300 - 30.
300 മൈനസ് 30 എത്രയാണ്? 270 ആണ്. ഓക്കെ, അപ്പോൾ x2 x3 x4 എന്ന് പറയുന്നത് എന്താണ്? അടുത്തടുത്തുള്ള ടേംസ് ആണ്, കോൺസിക്യൂട്ടീവ് ടേംസ് ആണ്. അപ്പോൾ ഇത് എത്ര ടേംസ് ഉണ്ട്? 1 2 3 ടേംസ് ഉണ്ട്. 3 എന്ന് പറയുന്നത് ഓഡ് നമ്പർ ആണ്. അപ്പോൾ അടുത്തടുത്തുള്ള 3 ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 3 ഇൻറ്റു മിഡിൽ ടേം ആണ്. അപ്പോൾ 3 ഇൻറ്റു ഇതിൽ മിഡിൽ ടേം എന്താ? x2 x3 x4 മിഡിൽ ടേം x3 ആണ് അല്ലേ? 3x3 അതാണ് എന്ത്? 270. അപ്പോൾ ഇതിൽ നിന്ന് x3 കാണാം, അതിന് വേണ്ടിയിട്ട് 3 എവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലോ. അപ്പോൾ ഇൻറ്റു 3 എക്കൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 3 ആകും. സോ x3 = 270/3. അതെത്രയാണ്? 90 ആണ്. ഓക്കെ, അപ്പോൾ തേർഡ് ടേം 90 കിട്ടി. അങ്ങനെയാണെങ്കിൽ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. നമുക്കറിയുന്ന x1 30 ആണെന്നും x3 90 ആണെന്നും അറിയാം. അപ്പോൾ ഇത് വെച്ചിട്ട് എങ്ങനെ കോമൺ ഡിഫറൻസ് കാണാം? അടുത്തടുത്തുള്ള ടേംസ് അല്ല x1 x3. അപ്പം ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കോമൺ ഡിഫറൻസ് കാണാം. ഓക്കെ, അപ്പോൾ x3യുടെയും x1ൻ്റെയും ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x3 മൈനസ് x1 ബൈ പൊസിഷൻ ഡിഫറൻസോ x3യുടെ പൊസിഷൻ 3യും x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 മൈനസ് 1, ദാറ്റ് ഈസ് x3 എത്ര? 90 ആണ്, മൈനസ് x1 30 ആണ്, ബൈ 3 മൈനസ് 1. 90 മൈനസ് 30 എത്ര? 60 ആണ് അല്ലേ? സോ 60/3 മൈനസ് 1 2. 60/2 എത്ര? 30. അപ്പോൾ കോമൺ ഡിഫറൻസ് 30 ആണ്. അപ്പോൾ സീക്വൻസ് എഴുതി കൂടെ? സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താ? x1 അത് 30 ആണ്. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം x3 അത് 90 ആണ്. ഓക്കെ, അപ്പം 30 കഴിഞ്ഞിട്ട് ഒരു ടേം കിട്ടണമെങ്കിൽ 30യുടെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 30 ആഡ് ചെയ്യുക. 30 + 30 എന്താ? 60. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിലെ ഫസ്റ്റ് 3 ടേംസ് 30 60 90. ഇനി തേർഡ് സീക്വൻസ് നോക്കാം. ഈ സീക്വൻസിലെ ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട്, അതായത് x1 = 30. പിന്നെ സം ഓഫ് ഫസ്റ്റ് 5 ടേംസ് 300. ഫസ്റ്റ് 5 ടേംസ് എന്ന് പറഞ്ഞാൽ x1 + x2 + x3 + x4 + x5 അതാണ് എന്ത്? 300. ഓക്കെ, 5 എന്ന് പറഞ്ഞാൽ ഓഡ് നമ്പറാണ്. അപ്പോൾ 5 ടേംസിൻ്റെ സം എന്ന് പറഞ്ഞാൽ 5 ഇൻറ്റു മിഡിൽ ടേം ആണ്. ഇതിൽ മിഡിൽ ടേം x3 ആണല്ലോ, അപ്പോൾ 5 ഇൻറ്റു x3 ആണ് സം, അതാണ് 300. അപ്പോൾ ഇതിൽ നിന്ന് x3 കാണാം, അതിന് വേണ്ടിയിട്ട് 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഇക്വൽറ്റിൻ്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ x3 = 300/5. അതെത്രയാണ്? 60 ആണ്. ഓക്കെ, അപ്പോൾ x1 30 ആണെന്നും x3 60 ആണെന്നും കിട്ടി. അപ്പോൾ ഇനി കോമൺ ഡിഫറൻസ് കാണാമല്ലോ. കോമൺ ഡിഫറൻസ് എങ്ങനെ കാണാം? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ് എന്ന ഇക്വേഷൻ വെച്ചിട്ട് കാണാം. x3യും x1 ആണെന്ന് നമുക്ക് അറിയുന്നത്. അപ്പോൾ അവയുടെ ടേം ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ x3 മൈനസ് x1. പൊസിഷൻ ഡിഫറൻസോ x3യുടെ പൊസിഷൻ 3യും x1ൻ്റെ പൊസിഷൻ 1 ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 3 മൈനസ് 1. x3 60 ആണ്, മൈനസ് x1 30 ആണ്, ബൈ 3 മൈനസ് 1. 60 മൈനസ് 30 30 ആണ്, ബൈ 3 മൈനസ് 1 2. 30/2 15 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് 15. അപ്പോൾ സീക്വൻസ് എഴുതി കൂടെ? അപ്പോൾ സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്? x1 അത് 30 ആണ്. സെക്കൻഡ് ടേം അറിയില്ല, കണ്ടുപിടിക്കണം. തേർഡ് ടേം x3 അത് 60 ആണ് അല്ലേ. അപ്പോൾ സെക്കൻഡ് ടേം കിട്ടണമെങ്കിൽ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 15 ആഡ് ചെയ്യുക. 30 + 15 എന്താണ്? 45. അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് 30 45 60. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ നോക്കാം. ഇതിലെ ഫസ്റ്റ് ടേം 30 ആണ് തന്നിട്ടുണ്ട് അല്ലേ, അതായത് x1 = 30. പിന്നെ എന്താണ് തന്നിട്ടുള്ളത്? സം ഓഫ് ഫസ്റ്റ് 6 ടേംസ് 300 ആണ് തന്നിട്ടുണ്ട് അല്ലേ, അതായത് x1 + x2 + x3 + x4 + x5 + x6 അല്ലേ. ഇതെത്രയാണ്? 300. പക്ഷേ ഇതിൽ ഫസ്റ്റ് ടേം 30 ആണല്ലേ, x1 30 ആണ്. അപ്പോൾ x1 പകരം 30 കൊടുക്കുക. 30 പ്ലസ് ബാക്കിയുള്ള എന്താ? x2 + x3 + x4 + x5 + x6 എന്താണ്? 300. അപ്പോൾ ഇതിൽ നിന്നും x2 മുതൽ x6 വരെയുള്ള സമ്മ് കാണാം. അതിന് വേണ്ടിയിട്ട് ഈ 30 ഇവിടെ ആഡ് ചെയ്തേക്കുമല്ലേ. അപ്പോൾ +30 കെൽറ്റിൻ്റെ അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ -30 ആകും. സോ x2 + x3 + x4 + x5 + x6 = 300 - 30.
300 മൈനസ് 30 എത്ര 270 ആണ്. ഓക്കെ, അപ്പോൾ x2 x3 x4 x5 x6 എത്ര ടേംസ് ഉണ്ട്? 1 2 3 4 5 ടേംസ് ഉണ്ട്. 5 ഒരു ഓഡ് നമ്പറാണ്. അടുത്തടുത്തുള്ള 5 ഓഡ് നമ്പർ ഓഫ് ടേംസിൻ്റെ സം എന്ന് പറയുന്നത് 5 ഇൻറ്റു മിഡിൽ ടേം. അപ്പോൾ ഇതിൽ മിഡിൽ ടേം എന്താ? x2 x3 x4 x5 x6 മിഡിൽ ടേം x4 ആണല്ലേ. അപ്പോൾ 5 ഇൻറ്റു x4 ആണ് സമ്മ്, അതാണ് എന്ത് 270. അപ്പോൾ ഇതിൽ നിന്ന് x4 കാണാം, അതിന് വേണ്ടിയിട്ട് ഈ 5നെ ഇവിടെ ഇൻറ്റു ചെയ്തേക്കുമല്ലേ. അപ്പോൾ ഇൻറ്റു 5നെ ഈക്വൽ ടു അപ്പുറത്തെ കൊണ്ടുപോകുമ്പോൾ ബൈ 5 ആകും. സോ x4 is equal to 270 by 5. അതെത്രയാണ്? 54 ആണല്ലേ. അപ്പോൾ x4 54 ആണ്. ഓക്കെ, അപ്പോൾ x1 നമുക്ക് 30 കിട്ടി, x4 54 കിട്ടി. അപ്പോൾ കോമൺ ഡിഫറൻസ് കാണാമല്ലോ. ഏത് ഇക്വേഷൻ വെച്ചിട്ട്? ടേം ഡിഫറൻസ് ബൈ പൊസിഷൻ ഡിഫറൻസ്. അപ്പോൾ നമുക്ക് അറിയുന്ന ടേംസ് x1 x4 ആണ്. അപ്പോൾ അവയുടെ ടേം ഡിഫറൻസ് എന്ന് പറയുന്നത് x4 മൈനസ് x1. പൊസിഷൻ ഡിഫറൻസോ? x4ൻ്റെ പൊസിഷൻ 4ഉം x1ൻ്റെ പൊസിഷൻ 1ഉം ആണ്. അപ്പോൾ പൊസിഷൻ ഡിഫറൻസ് 4 മൈനസ് 1. x4 54 ആണ്, മൈനസ് x1 30 ആണ്, ബൈ 4 മൈനസ് 1. 54 മൈനസ് 30 എത്രയാണ്? 24 ആണ് അല്ലേ. സോ 24 ബൈ 4 മൈനസ് 1 3. 24 ബൈ 3 എത്രയാണ്? 8 ആണ്. അപ്പോൾ കോമൺ ഡിഫറൻസ് എന്താ? 8. ഓക്കെ, അപ്പോൾ ഇനി സീക്വൻസ് എഴുതി കൂടെ. സീക്വൻസിൻ്റെ ഫസ്റ്റ് ടേം x1 ആണ്, അത് എത്ര? 30 ആണ്. സെക്കൻഡ് ടേം കണ്ടുപിടിക്കണം. തേർഡ് ടേം അറിയില്ല, അതും കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആഡ് ചെയ്താൽ സെക്കൻഡ് ടേം കിട്ടും. കോമൺ ഡിഫറൻസ് 8 അല്ലേ. അപ്പോൾ 30 പ്ലസ് 8 അത് എത്രയാണ്? 38. 38 ആണ് സെക്കൻഡ് ടേം. ഇനി തേർഡ് ടേം കിട്ടണമെങ്കിൽ സെക്കൻഡ് ടേമിൻ്റെ കൂടെ കോമൺ ഡിഫറൻസ് ആയ 8 ആഡ് ചെയ്യുക. 38 പ്ലസ് 8 എത്രയാണ്? 46 ആണ്. ഓക്കെ, അപ്പോൾ ഈ സീക്വൻസിൻ്റെ ഫസ്റ്റ് 3 ടേംസ് എന്താ? 30 38 46 എക്സെട്ര.